നമുക്ക് നല്ലൊരു മത്തങ്ങയും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒഴിച്ചുകറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ട്, മത്തങ്ങ, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില വേണം. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ പിന്നെ മുളക് പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഒന്ന് നമുക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ കുക്കറിലൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒറ്റ വിസിലുകൊണ്ട് വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് വേവണ നേരം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കണം. നാളികേരത്തിലേക്ക് ജീരകം, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്താ പറയുക, മോര് കറിക്ക് അരയ്ക്കണ പോലെ അരയ്ക്കണമെന്നില്ല, എന്നാലും ഒന്ന് അരഞ്ഞ് കിട്ടണം. അപ്പം ഞാൻ ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പരിപ്പും മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഈ ഫുൾ വീഡിയോ ഞാൻ സുവിധാസ് കുക്കിംഗ് വേൾഡിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടോളൂ കേട്ടോ. പിന്നെ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിയുടെ ഒപ്പം വേറെ ഒരു കറിയുടെ ആവശ്യം തന്നെയില്ല. ഒരു സൈഡായിട്ടൊരു പുളിക്കും വേണ്ടിയിട്ട് മാത്രം ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്തോരം ചോറ് വേണമെങ്കിൽ നമ്മൾ ഉണ്ണും. ചെറുതായിട്ടൊരു എലിശ്ശേരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എന്നും പറയാം. നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊന്ന് കണ്ടു നോക്കുക. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. എരിവ് കുറവായതിന് ഒരിത്തിരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സാധാ പോലെ കടു വറുത്തിട്ട് ഒന്ന് എടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് നാളികേരം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി വെന്ത് വരണം. നാളികേരത്തിൻ്റെ ഒരു കുത്തുണ്ടല്ലോ, അത് പോകണം. ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതായ കാരണം അതിൻ്റെ ഒരു കുത്ത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇത്തിരി കുറവുണ്ട്, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം. പുളിയില്ലാത്ത കറിയാണല്ലോ, അത് കാരണം ഒരിത്തിരി ഉപ്പ് ഇട്ടാൽ, വല്ലാണ്ട് ഉപ്പൊന്നല്ല. ഇനി ഇതിലേക്ക് നമുക്ക് സാധാ പോലെ കാച്ചി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പരിപ്പും ഇട്ടിട്ടുള്ള കറി ഇവിടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീട്ടിലെല്ലാവർക്കും എപ്പോഴും പുളിയൊക്കെ ആയിട്ടുള്ള കറി വയ്ക്കുമ്പോൾ അതിലിടയ്ക്ക് ഇങ്ങനത്തെ ഒരു കറി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.